കുഞ്ഞിൻ്റെ അമ്മയുടെ 30 ലക്ഷം രൂപ ഈ ജ്യോത്സ്യൻ തട്ടിയെടുത്തു എന്നുള്ള ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. അതുകൂടി അടിസ്ഥാനമാക്കിയാണ് ഈ പൂജാരി ഈ ജ്യോത്സ്യനെ കസ്റ്റഡിയിലെടുത്തത്. അല്ല, ഇവരെ മന്ത്രവാദം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുതരം ബിസിനസ്സാണ്. ഈ പറയുന്ന ആളുകളെ വിശ്വസിപ്പിച്ച് അവരുടെ കയ്യിരിക്കണ പണം തട്ടിക്കൊണ്ട് പോകുന്നതാണ് ഇപ്പോൾ സ്ഥിരമായി നടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ രാവിലെ പോലീസ് വന്നപ്പോഴാണ് ഈ 30 ലക്ഷവുമായി ഈ സ്ത്രീക്കും ഇദ്ദേഹത്തിനും ബന്ധമുണ്ടെന്ന് നമ്മൾ നാട്ടുകാരറിയണം. അതുവരെ നാട്ടുകാർക്ക് ഇയാളെക്കുറിച്ച് അത്രയൊന്നുമില്ല. ഇയാൾ രാവിലെ പൂജയ്ക്ക് പോകും, ചിലപ്പോൾ ശില്പന്തികൾ കാണും, പരികർമ്മി കാണും, കാറിലാണ് പോണത്, ഇവിടെ നിന്ന് തന്നെ യൂണിഫോമൊക്കെ ആയിട്ടാണ് പോണതും വരണമൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ഇങ്ങനെ മറ്റ് കാര്യങ്ങളൊന്നും കരിക്കാത്ത ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ ആരും അങ്ങനെ ഒരാൾ ഒരു പരാതിയായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മളെല്ലാം ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ നിൽക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത? നേരത്തെ ഇവിടെ ഈ ബന്ധക്കോസുകാരുടെ ഒരു ക്യാമ്പുണ്ടായിരുന്നു. അവർ കൂടെ മാസത്തിലൊരിക്കൽ വന്ന് അവർ പൂജയും പ്രാർത്ഥനയൊക്കെ നടക്കും. അവിടെ അവരെ വീട്ടിൽ കയറി അടിക്കുകയും ആ പാസ്റ്ററുടെ കാർ അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ സംഭവം ഉണ്ടായി. പിന്നെ അത് വർഗീയതയിലോട്ട് മാറിയില്ല, അവർ സഹിച്ചു, അങ്ങനെ അങ്ങ് തീർന്നു പോയതാണ്. ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർക്ക് ശല്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭവം കരിക്കത്തുണ്ടായിട്ടുണ്ട്. കുറേ കാലം കേസ് നിലനിന്നു, പിന്നെ അതൊക്കെ അങ്ങ് പോയി. ഈ നിൽക്കുന്ന ഭൂമിയായിട്ട് ഈ ഒരു തറയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ തറയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മയോ മറ്റുള്ളവരൊക്കെ ഇവിടെ നിന്ന് പോയി. അപ്പോൾ ഈ വീട്ടിലുള്ള ഒരു കുട്ടി അവിടെ സഹായത്തിനായി ചെന്ന് ആ കുട്ടിയെ പിന്നെ ഭാര്യയാക്കി. അപ്പോൾ ഇതിൻ്റെ ഭർത്താവ് റോഡരികിൽ കുത്തിയരിച്ച് ഇരിക്കുകയാണ്, പാവം, ആരുമില്ല. അയാൾ ഒരു രോഗിയാണ്. അയാളെ സഹായിക്കാനാണ് ഇയാളെ ഇതിനെ കൊണ്ടുവന്നത്. അപ്പോൾ അതും കൂടെ അങ്ങ് പോയപ്പോൾ അയാൾ അവിടെ ദുഃഖമായി. അത് ഈ നാട്ടുകാർക്ക് ഒരു വലിയ ആക്ഷേപമുണ്ട്. ഇയാൾക്ക് എത്രയും നല്ല ആളുകൾ കിട്ടി, ഈ പാവപ്പെട്ട ഒരുത്തൻ്റെ രോഗിയെ ഒരുത്തൻ്റെ ഭാര്യയെ അടിച്ചു മാറ്റേണ്ട കാര്യമില്ല എന്നുള്ള നിലയിലാണ് നാട്ടുകാർക്കുള്ളൊരു പ്രതിഷേധമുണ്ട് അതിൽ. ഈ 30 ലക്ഷം രൂപയൊക്കെ ഒരു സ്ത്രീയെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഗുരുതരമായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ അത് ഇയാളുടെ മനസ്സിൻ്റെ ഒരു മാറ്റമാണ്. ഇയാൾ ഈ RSS BJP പോയപ്പോൾ എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സ് അയാൾക്കുണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഒരു ഭയം വേണ്ടേ, അല്ലെങ്കിൽ ഒരു നാണം വരൂലേ? നമ്മളൊരാളെ പറഞ്ഞ് നമ്മൾ ആ ഒരാളുടെ നിന്ന് വായ്പ വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടില്ല, ചിലപ്പോൾ നമ്മളതിനൊരു അവധി പറയും. ഇതല്ലല്ലോ, ഇതൊരു കൊലപാതകത്തിലല്ലേ ചെന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ വിവരങ്ങൾ ശരിക്കും വരുമ്പോഴേ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പങ്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. 30 ലക്ഷത്തിൻ്റെ കണക്കാണ് പോലീസ് അന്വേഷിച്ച് വന്നത്. ബാക്കി കാര്യങ്ങൾ പോലീസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ജ്യോത്സ്യന് മന്ത്രവാദിയായിട്ടുള്ള ഈ ഒരു പ്രദീപ് പറഞ്ഞു കൊടുത്ത പല അന്ധവിശ്വാസത്തിൻ്റെയും പേരിലാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയതെന്ന സംശയമുണ്ട്. അത് പോലീസ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു സംശയത്തിലേക്ക് വരുന്നത്. ആ സ്ത്രീയുടെ രാവിലത്തെ ഉള്ള മൊഴിയും തലേ ദിവസത്തുള്ള മൊഴിയും തങ്ങൾ പരസ്പര വിരുദ്ധമായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അമ്മ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സംശയമായി. അപ്പോൾ പോലീസ് അതുകൊണ്ട് ഊർജിതമായി അന്വേഷിച്ചപ്പോഴാണ് ഇതിൻ്റെ ചുരുള കഴിയാനും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് തെളിയുകയും ചെയ്തത്. ഇനിയിപ്പോൾ തെളിഞ്ഞൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇനി കുറേ കഴിയുമ്പോഴേ ഇയാളുടെ പങ്ക് എത്രയാണെന്നുള്ളത് വ്യക്തമാവുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ പോലീസ് പറഞ്ഞതാണ് വിശ്വസിക്കുന്നത്. ആ സ്ത്രീ അവസാനമാണ് പറഞ്ഞ 30 ലക്ഷം ഇങ്ങനെ പോയിട്ടുണ്ടെന്നുള്ളത്. ആദ്യത്തേലൊന്നും അത് പറയുന്നില്ലല്ലോ, രാവിലത്തെ വാർത്തയിലൊന്നും ഇതില്ല. അപ്പോൾ പോലീസിൻ്റെ നല്ല ഇടപെടലിലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാനും ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനൊക്കെ അവസരം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇവർ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം കിട്ടുമായിരുന്നു. ഇതവർ പരമാവധി ഒളിച്ചു വയ്ക്കുകയാണല്ലേ ചെയ്തത്. പോലീസിൻ്റെ മുന്നിൽ ഉത്തരം മുട്ടിയപ്പോഴാണ് അവർ സത്യം പറയാൻ തയ്യാറായി. ആദ്യമൊക്കെ ഇവർ പരസ്പര വിരുദ്ധമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നാലും പോലീസിന് വ്യക്തമായ തെളിവുകളായി.